ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേഹമ്മ വന്ന വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു ഷോപ്പിങ്ങിന് ഇറങ്ങുവാണ്. അമ്മയാണെങ്കിൽ ഒരു സാധനം അമ്മയുടേത് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല ഡ്രസ്സൊന്നും ആർക്കും വാങ്ങിച്ചുകൊണ്ടും വന്നിട്ടില്ല. അപ്പോൾ അച്ചു ഇന്ന് വൈകിട്ട് പോവായതുകൊണ്ട് അച്ചുവിന് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നതും. അപ്പോൾ അച്ചുവിന് ടെസ്റ്റാണ് കേട്ടോ, അവന് ലൈസൻസിന് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അവന് എച്ചൊക്കെ ഒന്ന് എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞ് ആശ്രമത്ത് കൊണ്ടുപോയി ഓടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ചിന്നക്കടയിൽ നമ്മൾ ഒരു മെൻസ് വെയർ വന്ന് കയറി. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് അവൻ ആദ്യം പാൻറ്റ് നോക്കുവാണ്. നമ്മൾ ആരും എടുത്തു കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെടത്തില്ല. അവനെയും കൊണ്ട് പോയി എടുത്തിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഓണത്തിനൊന്നും അവനുള്ളത് എടുക്കത്തില്ല. ഒന്നെങ്കിൽ പൈസ അവന് കൊടുക്കുക, അല്ലെങ്കിൽ അവനെയും കൊണ്ട് പോയി എടുക്കുക. അതാണ് സ്ഥിരം പരിപാടി. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവർക്ക് ഓരോ രീതികളല്ലേ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് കാശി ശ്രീമോനും അവർക്ക് പറ്റിയ സാധനങ്ങളൊക്കെ പറക്കി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ശ്രീമോന് പിന്നെ എവിടെ ചെന്നാലും ചെരുപ്പില്ലാത്ത ഒരു പരിപാടി ഇല്ല. എവിടുത്തെ ചെരുപ്പും വലിച്ചു വാരി ഇടുകയും ചെയ്യും. അവൻ ഇട്ട് നോക്കും അവൻ അളവാണോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഓരോന്നും നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഇഷ്ടപ്പെട്ടെന്ന് കിട്ടണമല്ലോ. അവൻ്റെ കാലിൽ ഇട്ടേക്കുന്ന സൈസ് വേണ്ട, വേറെ വേണം, അപ്പോൾ വേറെ കളർ വേണം, ഇല്ലാത്ത കളർ വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ഒരു സാധനം എന്തോ എനിക്ക് അറിയത്തില്ലായിരുന്നു. പിള്ളേരൊക്കെ കറക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ എന്നെ ഒന്ന് കറക്കി കാണിച്ചതാണ് ഇങ്ങനെയാണെന്ന്. അപ്പം ഞാൻ നൈസായിട്ട് അതുവഴിയൊക്കെ വ്ളോഗ് എടുക്കുന്ന കണ്ടുകൊണ്ട് ചോദിച്ചതാണ്, വ്ളോഗറാണോ, യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണെന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം കേട്ട് കേട്ടോ ഞാൻ ഈ ചോദിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. ചുമ്മാ ഒരു കടയിൽ ചെന്ന് ആരും അങ്ങനെ വീഡിയോ എടുക്കാറില്ലല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ ഇവൻ കറക്കിയിട്ട് ശരിയായില്ല, ഇവനാണ് ഇതിന് എക്സ്പെർട്ടെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ കൊടുത്തതാണ്. അവൻ നല്ലതായിട്ട് കറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ചെയ്ത് കാണിച്ചു. ഇതെല്ലാം വൈറലാവും എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എവിടെ ചെന്നാലും കാശിക്കൊന്നും ടോയ്ലറ്റിൽ പോകാതെ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. അങ്ങനെ ഇവിടെയും വന്ന് അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവരെൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേജ് സെർച്ച് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ചേച്ചിയുടെ പേര് ആതിരയെന്നല്ലേ, ചേട്ടൻ്റെ പേര് രഞ്ജിത്തെന്നല്ലേ. അപ്പോൾ ഞാൻ പറയാം അത്രയ്ക്ക് മിടുക്കരാണെങ്കിൽ എൻ്റെ മക്കളുടെ പേരൂടെ ഒന്ന് പറഞ്ഞതെന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. ഞാൻ പറയാം ഏതെങ്കിലും വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും പിള്ളേരുടെ പേരെന്തുവാന്ന്, അല്ലാതെ പേര് നിൻ്റെ അതിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞേ. അങ്ങനെ അവരോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടി ചെന്ന് നിൽക്കുവാണ്. അപ്പോൾ അവിടെ നിന്നപ്പോൾ കാശ് പറയുന്നത് ആ മെസ്സിയുടെ ആവരണം അവന് വേണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. നമ്മൾ പറഞ്ഞില്ല, അത് വിൽക്കാൻ വെച്ചേക്കും അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നല്ല സർവീസായിരുന്നു കേട്ടോ. ആ കടയിലെ എല്ലാവരും നല്ല സർവീസായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല നമുക്ക് ബോറടിച്ചില്ല. എല്ലാവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് അങ്ങനെ പോകാൻ നേരം ബൈയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ വിട്ടു. ഇനിയും പോകണം കേട്ടോ. ഇവന് പാൻ്റ് എടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും അവിടെ നിന്ന് ഒരു പാൻ്റ് എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ലീവിൽ കയറി. അവിടെ നിന്ന് ഇവന് ഷർട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇഷ്ടപ്പെട്ടത് സൈസ് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ലീവിലോട്ടാണ് പിന്നെ വന്നത്. അങ്ങനെ അച്ചു അവിടെ ഷർട്ട് നോക്കുന്ന സമയം കൊണ്ട് അമ്മയ്ക്ക് നമ്മളിവിടെ ചുരിദാറോ അല്ലെങ്കിൽ കോട്ട് സെറ്റോ നോക്കാമെന്നും പറഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നതാണ്. ഇവിടെ എല്ലാം ഉണ്ട്, മെൻസ് വെയറും ഉണ്ട്, ലേഡീസിനുള്ള ഐറ്റംസും എല്ലാം ഉണ്ട്. ഇപ്പം ഒരുപാട് സെലക്ഷനും ഉണ്ട്. അങ്ങനെ നമ്മൾ അച്ചു ഇവിടെ നിന്ന് ഡെനിമിൻ്റെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അവൻ വേറെ ഒരെണ്ണമാണ് എടുത്തത്. അമ്മയ്ക്കാണെങ്കിൽ 2 ചുരിദാറും എടുത്തിട്ടുണ്ടായിരുന്നു. സെലക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് കോട്ടൻ്റേതിലാണെങ്കിലും ഒരുപാട് സെലക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയും വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ അവരുടേതായ രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് അവരൊരു വീഡിയോസും എടുത്തിട്ടുണ്ട്. അത് പുറകാലം ഇടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾക്ക് പരാഗി കയറണം. അപ്പോൾ ഏട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഏട്ടൻ വണ്ടിയിൽ തന്നെ ഇരിക്കുവാണ്. ശ്രീമോനെയും കാശിയെയും അച്ചുവിനെയും കൂടെ വണ്ടി കയറ്റിയിട്ടാണ് ഞങ്ങൾ പരാഗിലോട്ട് പോയത്. അമ്മയ്ക്കാണെങ്കിൽ ബ്ലൗസ് തയ്ക്കാനും ടോപ്പ് തയ്ക്കാനൊക്കെ മെറ്റീരിയൽ എടുക്കണമായിരുന്നു. അവിടെ ഒന്നും അതൊന്നും പറ്റാത്തതുകൊണ്ട് ഇവിടെ തയ്ച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഒരു പാൽസർബത്ത് കുടിക്കാനായിട്ട് പോയി. അവരെല്ലാം വണ്ടി ഇരിക്കും, ഞാനും അച്ചും മാത്രമേ കുടിക്കാനായിട്ട് വന്നുള്ളൂ. അവർക്ക് പാഴ്സലാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇതുള്ളത്. അങ്ങനെ നമുക്കുള്ളതും വാങ്ങിച്ചു, പാഴ്സലും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ ആശ്രാമത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് എച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം നോക്കുവാണ്. അപ്പോഴത്തേക്ക് ശ്രീമോൻ കരഞ്ഞ് വിളിച്ച് വെളിയിലിറങ്ങി. അപ്പോൾ ആ കമ്പിയെല്ലാം തൊട്ടപ്പോൾ അവന് മനസ്സിലായി അത് ആടുമെന്നും ഊരാൻ പറ്റുമെന്നും. അന്നേരം അത് ഊരി എടുക്കുകയും ചെയ്തേ. അന്നേരം ഞാൻ പറഞ്ഞു അവിടെ ഉള്ളവർ വന്ന് അച്ഛനെയും മോനെ കൂടി പഠിച്ച് ഓടിക്കുവിടാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീമോൻ ഓടിയാണ് അവിടുന്ന്. അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് നോക്കി ഏട്ടൻ പറഞ്ഞു കൊടുത്ത് ഇന്ന പോലെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ നേരെ വണ്ടിയിലോട്ട് കയറി അച്ചുവിനെയും കൊണ്ട് പിന്നെ ട്രയൽ ചെയ്ത് നോക്കിക്കുമായിരുന്നു കേട്ടോ നമ്മളിവിടെ എല്ലാം. അപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇപ്പം തലവേദന എടുക്കും. ഒരുപാട് സമയം വണ്ടിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. നേരത്തെ എന്ന് വെച്ചാൽ പത്തനംതിട്ട എല്ലാ മാസവും നമ്മൾ പോകുമ്പോൾ എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പം അങ്ങനെ പോകാത്തത് കൊണ്ട് തന്നെ തലവേദന വരിക. തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വൊമിറ്റ് ചെയ്യാതെ എനിക്ക് ആ തലവേദന മാറത്തില്ല. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് അറിയാൻ വയ്യ. അതിന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളത്. അങ്ങനെ അതിന് വണ്ടിയിലിരുന്ന് കാശി അങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ റൗണ്ട് എടുക്കുമ്പോഴും അച്ചു എന്നെ നോക്കുന്നുണ്ട്, മതിയോ പോകാമോ എന്നൊക്കെ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് അവൻ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയി. അങ്ങനെ രാത്രി കഴിക്കാൻ
കഴിക്കാനുള്ള ഫുഡും ഒക്കെ നമ്മൾ ഉണ്ടാക്കി അവന് കൊടുത്തിട്ട് അവൻ പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ശ്രീമോൻ കരച്ചിലായിരുന്നു അച്ചു പോകുന്നതിന്. പിന്നെ ലാസ്റ്റ് ടാറ്റയൊക്കെ കൊടുത്ത് വിടുകയും ചെയ്തു. അവനെയും കൂടെ കൊണ്ടുപോകുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നേ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഏട്ടൻ കൊണ്ട് വിടാമെന്നും പറഞ്ഞു. പള്ളി നമ്മളിന്ന് പോയില്ല, ഏട്ടൻ പള്ളിയിലും പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോവുകയാണ് കേട്ടോ. നമ്മൾ സന്ധ്യ ആയിട്ടാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങിയത്. അപ്പം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇരുട്ടിയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അച്ചുമാമനും ഏട്ടനും കൂടെ പോയിട്ടുമുണ്ട്. അപ്പോൾ കാശിയല്ല ശ്രീമോൻ നല്ല വിഷമത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.